തിരുവല്ലയിലെ സ്പാ കൂട്ടബലാത്സംഗത്തിൽ യുവതി നേരിട്ടത് അതിക്രൂര പീഡനം. പ്രതികളായ സുബിൻ അലക്സാണ്ടറും കൂട്ടാളികളും തന്നെ ശാരീരികമായി മർദ്ദിച്ച് ബലാത്സംഗം ചെയ്തെന്ന് അതിജീവിത. സഹപ്രവർത്തക ഗുണ്ടകൾക്ക് കൂട്ടുനിന്നതായും അതിജീവിത ആരോപിക്കുന്നു. പിന്നിൽ ക്വട്ടേഷനാണെന്ന് സംശയിക്കുന്നതായി സ്ഥാപന ഉടമ. ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ട് സ്പായിലെത്തിയ 6-അംഗ സംഘം സ്പാ ജീവനക്കാരിയെ അതിക്രൂരമായാണ് പീഡിപ്പിച്ചത്. മർദ്ദിച്ച ശേഷം റൂമിലേക്ക് വലിച്ചുകൊണ്ടുപോയി കഴുത്തിൽ കത്തിവെച്ച് ബലാത്സംഗം ചെയ്തെന്ന് അതിജീവിത. എന്നോട് പറഞ്ഞു ഡ്രസ്സെല്ലാം അഴിക്കാൻ പറഞ്ഞു. തൊട്ടക്കുഴിയിൽ ഇങ്ങനെ കത്തി കുത്തി വെച്ചിരിക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ ഇട്ടിരുന്ന ആ റോസ് കളറിന്റെ ചുരിദാർ പെട്ടെന്ന് ഞാൻ തന്നെ ഊരി. എന്നിട്ട് അവനും അവന്റെ ഡ്രസ്സ് ഊരി എന്നെ ക്രൂരമായെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഇൻഫെക്ഷനും കാര്യങ്ങളും ശരീരം വേദനയും. അപ്പൊ തന്നെ അവൻ ഫോണിൽ സെൽഫി എടുത്തു, ഡ്രസ്സൊന്നും ഇല്ലാത്ത സെൽഫി എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ നിന്റെ സാറിനെ കൊണ്ട് 3 ലക്ഷം രൂപ ഇടിയിച്ചില്ലെങ്കിൽ ഇത് ഇപ്പൊ തന്നെ ലൈവ് ആവും എന്ന് പറഞ്ഞു. സംഭവത്തിൽ സഹപ്രവർത്തകയെ സംശയിക്കുന്നതായി അതിജീവിത പറഞ്ഞു. ഈ കുട്ടി ഇന്നേ വരെ ഈ സ്പായിൽ വരാൻ തുടങ്ങിയിട്ട് ഞായറാഴ്ച ദിവസം വന്നിട്ടേ ഇല്ല. അന്നത്തെ ദിവസം എന്തിനു വന്നെന്ന് അറിയത്തില്ല. അപ്പൊ എന്നിട്ട് അവൾ അവരോട് പറഞ്ഞ് ഈ സ്പാ ബെഡേ കയറിയിരുന്നു ഭയങ്കര ചിരിയും കളിയും വർത്താനും. മറ്റുള്ളവരന്നേരം ഓടി വന്നിട്ട് എന്റെ മുടിക്ക് കുത്തിരി പിടിച്ചിട്ട് എല്ലായിടത്തോട്ടും വലിച്ചുകൊണ്ട് നടക്കും. ഉപദ്രവം മുഴുവൻ അവരെന്നെയായിരുന്നു. അവളെ സേഫ് ആക്കി മാറ്റി നിർത്തി. ഗുണ്ടകളുടെ നരനായാട്ടിന് പിന്നിൽ ക്വട്ടേഷനാണെന്ന സംശയത്തിലാണ് സ്ഥാപന ഉടമ. കൊട്ടേഷൻ ആണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. വന്നപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് കൊട്ടേഷൻ ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഡോറ് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് 1-ാം നില വെച്ചിട്ടാണ് ഈ സംഭവം. മാത്രമല്ല നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസിലെ ചില ഉദ്യോഗസ്ഥർ സ്പാ കേന്ദ്രങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണവും ഉയരുന്നുണ്ട്. ഈ മാസം 1-നാണ് സുബിനും സംഘവും സ്പായിൽ അതിക്രമിച്ചു കയറി 50,000 രൂപ ആവശ്യപ്പെട്ടത്. തുക ലഭിക്കാതായതോടെയാണ് സ്ത്രീ ജീവനക്കാരെ പീഡനത്തിനിരയാക്കിയത്. മീഡിയ 1 പത്തനംതിട്ട.